അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്വന്തം താല്പര്യത്തിന് വേണ്ടി കുറേ നാൾ മുസ്ലിമീങ്ങളെ പൊക്കിപ്പറഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ച് ഖലീഫമാരുടെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു മനുഷ്യൻ നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ നേരെ തകിടം മറിഞ്ഞ് ഇപ്പം മുസ്ലിമീങ്ങളെ പച്ച തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നു മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ ശത്രുപക്ഷത്ത് നിന്ന് ഇസ്ലാമിനെ തെറി പറയുന്ന, കുറ്റം പറയുന്ന ആളുകൾക്ക് വേണ്ടി തോരാതെ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. രമേശൻ എന്നു പേരുള്ള ഒരു കാഷായ വേഷമൊക്കെ ധരിച്ച് നടക്കുന്ന ഒരാൾ. അയാളെക്കുറിച്ച് ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയിൽ ബഹുമാനപ്പെട്ട പാണക്കാട്ടെ തങ്ങന്മാരെ കേട്ടാലറക്കുന്ന തെറി വിളിച്ചുകൊണ്ട് അയാൾ പുലഭ്യം പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും ശക്തമായി വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായപ്പോൾ നമ്മുടെ നിഷ്പക്ഷം നിലപാടെന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന അനിൽ മുഹമ്മദ്, അദ്ദേഹവും ആ വിഷയത്തിൽ ഒരു വീഡിയോ ഇറക്കി. കുറച്ച് ദിവസങ്ങളായി ഞാൻ പിന്നെ വേറെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നതാണ്. ഈ രമേശൻ എന്ന് പറയുന്ന ആൾ, വേറൊരാളുമുണ്ട് ബിനോജ് നായർ. രമേശനെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോഴൊക്കെയും അതിനടിയിൽ വന്നതാണ് ബിനോജ് നായർ എന്നൊരാളെക്കുറിച്ചും പ്രതികരിക്കണമെന്ന്. എനിക്ക് അയാളെക്കുറിച്ച് സത്യത്തിൽ ഒന്നും അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോകളൊന്നും കണ്ടിട്ടുമില്ല. പക്ഷേ ഇത്തരത്തിലൊരു വിവാദമുണ്ടായ സമയത്തു പലരും ബിനോജ് നായരും ഇതുപോലെ സംഘിപ്പാളയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മുമ്പ് മുസ്ലിമീങ്ങൾക്കൊപ്പം നിന്ന് സംഘികളെ അതിരൂക്ഷമായി വിമർശിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ ചാനലിൽ കയറി ഒന്ന് പരിശോധിച്ചു. പക്ഷേ പഴയ വീഡിയോകളൊക്കെ പലതും റിമൂവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബിനോജ് നായരെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് കഴിയില്ല. പക്ഷേ രമേശൻ അങ്ങനല്ല. അയാളെക്കുറിച്ച് ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അയാൾ നല്ല ഒന്നാന്തരം ഇസ്ലാമിക വിരുദ്ധനാണെന്നും സംഘിയാണെന്നും അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണെന്നും തെളിവ് സഹിതം ഞാൻ പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ബിനോജ് നായരാണെങ്കിലും രമേശനാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ അനിൽ മുഹമ്മദിന് പരിചയമുള്ള ആളുകളാണത്രേ. ബിനോജ് നായർ അനിൽ മുഹമ്മദിൻ്റെ നല്ലൊരു സുഹൃത്താണ് എന്നും പറയുന്നുണ്ട്. രമേശൻ ചേട്ടനെ ദുബായിൽ വെച്ചൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നും അനിൽ മുഹമ്മദ് പറയുന്നുണ്ട്. അതുകൊണ്ടാണോ എന്തോ ഇവരെ രണ്ടുപേരെയും വിമർശിക്കുമ്പോൾ അനിൽ മുഹമ്മദ് വളരെ മൃദുവായി ഇതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന രീതിയിൽ വിമർശിച്ചതാണോ എന്ന് ചോദിച്ചാൽ വിമർശിച്ചതാണ്, എന്നാൽ വിമർശിച്ചോ എന്ന് ചോദിച്ചാൽ വിമർശിച്ചില്ല. ആ ഒരു രീതിയിൽ തല്ലും തലോടലും ഒക്കെയായിട്ടാണ് സത്യത്തിൽ അനിൽ മുഹമ്മദ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. എന്നിട്ട് അനിൽ മുഹമ്മദ് പറഞ്ഞത് എന്താ? പിന്നെ ഓരോരുത്തർക്കും ഓരോ വിഷയത്തിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് രണ്ട് രീതിയിലാണ്. ഒന്ന് സ്വയം ബോധ്യം, അവനവൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട സ്വയം ബോധ്യവും, മറ്റൊന്ന് അവനെ ബാധിക്കാത്ത, അവന് സേഫ് സോണിൽ നിൽക്കാവുന്ന അവൻ്റെ ഒരു സ്വത്വം ഉണ്ടല്ലോ, അതിന് ഗുണകരമായ ഒരു ബോധ്യവും ഒക്കെ പല സന്ദർഭങ്ങളിലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നവൻ്റെ പേരാണ് മനുഷ്യൻ എന്ന്. അപ്പം അതുകൊണ്ട് അങ്ങനെ അവരെ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് അനിൽ മുഹമ്മദിൻ്റെ അഭിപ്രായം. അങ്ങനെ അവരെ കണ്ടാൽ മതി എന്നാണ്. അവരെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ബിനോജ് നായരും രമേശനും അവരവരുടെ ബോധ്യങ്ങളിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ, ആ ബോധ്യങ്ങൾ ഒരു വിഷയത്തിൽ രണ്ട് രീതിയിലുണ്ട്, അതാണ് മനുഷ്യൻ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആ ബോധ്യങ്ങളിൽ നിന്ന് പറയുന്ന വിഷയങ്ങളെ അങ്ങനെ കണ്ടാൽ മതി എന്നാണ് അനിൽ മുഹമ്മദിൻ്റെ അഭിപ്രായമെങ്കിൽ ഈ അനിൽ മുഹമ്മദ് ചെയ്യുന്ന പണി എന്താ? ദിനം പ്രതി എന്നോണം എത്ര ആളുകളെ വിമർശിക്കുന്നു. അവരൊക്കെയും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന്, അവരുടെ സ്വന്തം അസ്തിത്വവുമായി ബന്ധപ്പെട്ട സ്വത്വബോധത്തിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് സേഫ് സോണിൽ നിൽക്കാൻ പറ്റുന്ന സ്വത്വത്തിൽ നിന്നുകൊണ്ടുള്ള ബോധ്യത്തിൽ നിന്നോ ഒക്കെ ഓരോരുത്തരും പലതും ഇവിടെ പറയുമ്പോൾ അതിനെയൊക്കെ അനിൽ മുഹമ്മദ് വിമർശിക്കാറില്ലേ? എന്തേ ഇവരെ വിമർശിച്ചപ്പോൾ മാത്രം അനിൽ മുഹമ്മദിന് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അനിൽ മുഹമ്മദ് പറയുന്നത് നമുക്ക് സ്വീകാര്യമായ അഭിപ്രായങ്ങൾ അവർ പറയുമ്പോൾ അതിന് പ്രോത്സാഹനം കൊടുക്കുകയോ, എന്തായാലും നിങ്ങൾ കേട്ടോളൂ, അദ്ദേഹം തന്നെ പറയട്ടെ. നമ്മൾക്ക് സ്വീകാര്യമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായത്തിന് പ്രോത്സാഹനം കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വായിച്ച് ആസ്വദിക്കുകയോ നിശബ്ദരായിരിക്കുകയോ ഒക്കെ ചെയ്യാം.
എന്ന് വിചാരിച്ച് അയാൾ എന്നും നമുക്ക് വേണ്ടി മാത്രമേ പറയൂ, അല്ലെങ്കിൽ അങ്ങനെയാണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്നൊന്നും ഒരു അർത്ഥത്തിലും ഒരു കാര്യത്തിലും അങ്ങനെ മുൻവിധിയോടെ കാണേണ്ടതില്ല. അവർക്കൊക്കെ അവരുടേതായ നിലപാട് സ്വീകരിക്കാനും പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എല്ലാവർക്കുമില്ലേ അനിൽ മുഹമ്മദ്? അവർക്ക് മാത്രമുള്ള സ്വാതന്ത്ര്യമല്ലല്ലോ. അവരവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ മുമ്പ് സ്വീകരിച്ചിരുന്ന നിലപാട്, ആ നിലപാടിൽ നിന്നും ഇപ്പോൾ മാറിയിട്ട് വേറൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുമ്പ് അവരങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കും, നമ്മൾ ചർച്ച ചെയ്യും, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ആ നിലപാട് ഒരു ചൂഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സമുദായത്തെ പറഞ്ഞ് പറ്റിച്ച് അവരിൽ നിന്ന് പലതും നേടിയെടുക്കാൻ വേണ്ടിയോ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് നമ്മുടെ നിലപാടായി നമ്മൾ സമൂഹത്തോട് പറയും. അത് പറയണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇവർ ഇതേ പണി തന്നെയല്ലേ ചെയ്യുക. അപ്പോൾ സമൂഹത്തോട് നമ്മൾ നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നുള്ള നിലപാടുകൾ പറഞ്ഞു കൊടുക്കുക എന്നത് നമുക്കും അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യമാണ്. അത് തെറി പറയാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ, ആര്? ആ പറയപ്പെട്ട കാഷായ വേഷധാരി പറയുന്ന പച്ചത്തെറികൾ അനിൽ മുഹമ്മദും കേട്ടിട്ടുള്ളതല്ലേ? എന്തെല്ലാം തെറികളാണ് പറയുന്നത്. മുസ്ലിമീങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി നിന്നിരുന്ന കാലത്ത് ഏതൊക്കെ കോലത്തിലാണ് മുസ്ലിമീങ്ങളെ സുഖിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ അനിൽ മുഹമ്മദും എത്രയോ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ആ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പൊ പുണ്യവാളനാക്കി, ദൈവതുല്യനാക്കി, ആക്കിക്കോട്ടെ, അതിനൊന്നും നമുക്കൊരു പരാതിയില്ല. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പൊ പുണ്യവാളനാക്കുന്നതും ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ ആളായി കാണുന്നതുമൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? മുമ്പ് ഇയാൾ ആ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താ? അനിൽ മുഹമ്മദ് കേട്ടിട്ടുണ്ടോ? പാണക്കാട് തങ്ങളുടെ വണ്ടിയിൽ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളോ കയറ്റുമോ എന്ന്. പാണക്കാട്ടെ തങ്ങന്മാർ എത്ര ബഹുമാനത്തോടു കൂടിയാ പറയുന്നത്. ഇത് മുമ്പുള്ള രമേശനാണ്, മുസ്ലിമീങ്ങളെ സുഖിപ്പിച്ച് നിന്നിരുന്ന രമേശനാണ്. ആ രമേശൻ ഇപ്പോൾ പാണക്കാട്ടെ തങ്ങന്മാരെ കുറിച്ച് പറയുന്ന ഭാഷ അനിൽ മുഹമ്മദ് കേട്ടിട്ടുണ്ടോ? ഞാൻ മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും എപ്പോഴും അത് കേൾപ്പിക്കുക എന്നത് നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. പച്ച തെറിയ പറയുന്നത്, കേട്ടാൽ അറക്കുന്ന തെറിയ പറയുന്നത്. ആ പാണക്കാട്ടെ തങ്ങന്മാരെ അന്ന് സുഖിപ്പിച്ചപ്പോൾ വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? ചോദ്യം ആരുടെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ വെള്ളാപ്പി അയാളുടെ ചോദ്യമാണ്. വെള്ളാപ്പള്ളി നടേശനെ ഇയാൾ അന്ന് വിളിച്ചിരുന്നത് വെള്ളാപ്പി എന്നാണ്. അനിൽ മുഹമ്മദ് വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചിട്ടില്ലേ? നമ്മളൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഇരട്ടപ്പേര് കൊടുത്തോ ആക്ഷേപ പേര് കൊടുത്തോ നമ്മൾ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? പക്ഷെ ഇയാൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുന്നത് എന്താ? വെള്ളാപ്പള്ളി നടേശൻ അവർകളെ, ഞങ്ങൾക്കൊക്കെ അദ്ദേഹം മഹാനാണ്, ദൈവതുല്യാണ്, ശ്രീനാരായണ ഗുരുവിന്റെ അതേ പാതയിൽ എന്നല്ല, ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെയാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. വെള്ളാപ്പള്ളി നടേശൻ ആരാ ഇപ്പൊ ഇയാൾക്ക്? മഹാനാണ്, ആയിക്കോട്ടെ. പക്ഷെ ഈ മഹാനെക്കുറിച്ച് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. ഈ നിലപാടുമാറ്റം എന്തിനു വേണ്ടിയാണെന്ന് ചർച്ച ചെയ്യണ്ടേ അനിൽ മുഹമ്മദ്? സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണ്ടേ അനിൽ മുഹമ്മദ്? അല്ലാതെ ഒരു മനുഷ്യൻ്റെ ബോധ്യങ്ങളിൽ നിന്നുള്ള മാറ്റമാണ് അങ്ങനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് നിസാരപ്പെടുത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ബോധ്യങ്ങളിൽ നിന്ന് വരുന്ന നിലപാട് മാറ്റങ്ങൾ അവർ പറയുമ്പോൾ എന്താ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്? ആ സമയത്തും നമ്മൾ ആദ്യം കാണിച്ചതുപോലെ നിശബ്ദതയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശാന്തതയോ അല്ലെങ്കിൽ ലോകവും മനുഷ്യരുമൊക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്യുക എന്നത് മാത്രമാണ് അതിലുള്ള കാര്യം. അതുകൊണ്ട് അവരോട് അത്തരത്തിൽ പെരുമാറി നമ്മുടെ മനസ്സിന് നല്ല ശാന്തത വരുത്തുക എന്നുള്ളതാണ്. അവരവരുടെ ജീവിതവും അവരുടെ അഭിപ്രായവും അവരുടെ നിലപാടും അപ്പോഴത്തേക്ക് അവർ വിലക്കെടുത്തു, ബിനോജ് നായരെ കേന്ദ്ര സർക്കാർ വരട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അതെ, അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എന്ത് വേണം? മിണ്ടാതിരുന്നോണം. നമ്മൾ സ്വയം ശാന്തരാകണം. അതല്ലാതെ അവരുടെ നിലപാട് മാറ്റത്തെ നമ്മൾ ചോദ്യം ചെയ്യാനോ അവരുടെ നിലപാട് മാറ്റത്തെ നമ്മൾ കമൻറ്റുകൾ എഴുതി വിമർശിക്കാനോ ഇതിനൊന്നും പോകണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എൻ്റെ അനിൽ മുഹമ്മദെ, നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് അയാളെ കരുതിയിരിക്കണമെന്നാണ്. ബിനോജ് നായരെ ഞാൻ മാറ്റിവെക്കുകയാണ്, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ രമേശൻ്റെ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടു പറയുന്നത് എന്തുകൊണ്ടാണ്? അയാളെ കരുതിയിരിക്കണം,
അയാൾ ഒരു കാലത്ത് ഫാത്തിഹ ഓതുന്നു, അൽഹംദുലില്ലാ പറയുന്നു, അള്ളാഹിനോട് ദ്വാരക്കുന്നു. അന്ന് ആ സ്വീകരിച്ച നിലപാട് ഈ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടാണോ, എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഉഡായിപ്പാണോ എന്നൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കുമ്പോൾ അത് സമൂഹത്തോട് തുറന്നു പറയുന്നത് ഇനിയും അതുപോലെയുള്ള കെണികളിൽ ഈ സമൂഹം വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ്. മിണ്ടാതിരുന്നാൽ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ താങ്കൾ മിണ്ടാതിരിക്കണം. കാരണം എത്രയോ തട്ടിപ്പുകളെക്കുറിച്ച്, ചൂഷണങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒക്കെ താങ്കൾ വിമർശിക്കുന്നില്ലേ? എന്താ ഇവരുടെ വിഷയത്തിൽ മാത്രം താങ്കൾക്കിങ്ങനെ ഒരു മൃദു സമീപനം? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട രമേശൻ ചേട്ടൻ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ, സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ രമേശൻ ഈ സമുദായത്തെ ഒരു കാലത്ത് വലിയ ദൈവഭക്തൻ എന്നല്ല ഇസ്ലാം ഭക്തനായി അഭിനയിച്ച് തള്ളിയപ്പോൾ ഈ അടുത്ത സമയത്ത് അയാൾ ആശുപത്രിയിൽ കിടന്ന സമയത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനൊരു ദൈവവിശ്വാസിയല്ല എന്നാണ്. അയാൾ ആ വീഡിയോകളൊക്കെ റിമൂവ് ചെയ്തു അയാളുടെ ചാനലിൽ നിന്ന്. പക്ഷേ അയാളത് തുറന്നു പറഞ്ഞതാണ്, അയാളൊരു ദൈവവിശ്വാസിയല്ല എന്ന്. അപ്പോൾ പിന്നെ അയാൾ ദൈവവിശ്വാസിയായി അഭിനയിച്ചതും ഇപ്പം ഈ സ്വാമിയുടെ വേഷമിട്ട് നടക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ? ഇപ്പം കണ്ടില്ലേ, ആരിഫിൻ്റെ ഒരു പരിപാടി എവിടെയോ നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ ഇയാളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇയാൾ വീഡിയോ ചെയ്തിരിക്കാൻ. ആരിഫാര ഇസ്ലാം വിമർശകന, ദൈവവിശ്വാസിയല്ല, നിരീശ്വരവാദിയാണ്. ആ ആരിഫിനെയാണ് ഇപ്പോൾ ഈ രമേശൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിറം മാറുന്ന, കോലം മാറുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മൾ സമൂഹത്തോട് പറയുന്നതും അത് തന്നെയാണ്. അയാളുടെ വീഡിയോയിലേക്കേ പോകണ്ട, കമൻറ്റ് ബോക്സിൽ തെറി പോലും എഴുതണ്ട. തെറി എഴുതുക എന്നത് നമ്മുടെ സംസ്കാരമല്ലെന്ന് മാത്രമല്ല, അങ്ങനെ തെറി എഴുതുന്നതും അയാൾക്കൊരു ഏതെങ്കിലും തരത്തിൽ ഗുണം കിട്ടുന്ന കാര്യമാണ് എന്ന് ആവർത്തിച്ച് ഞാൻ ഇപ്പോഴും പറയാൻ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് പറയാൻ, അയാളുടെ വീഡിയോയുടെ പരിസരത്തേക്ക് പോലും പോകണ്ട. അയാൾ ഇന്ന് ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും, മറ്റന്നാൾ വേറൊന്ന് പറയും. അങ്ങനെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സകല കോലവും കിട്ടുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ദൈവവിശ്വാസി പോലുമല്ല എന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ ആളാണ്. ആശുപത്രിയിൽ പനി പിടിച്ച് ചുമച്ച് കിടക്കുമ്പോൾ അയാളെക്കുറിച്ച് നമ്മളിപ്പോഴും സമൂഹത്തോട് പറയുന്നത് അയാളെ പരിഗണിക്കുകയോ ഗൗനിക്കുകയോ വേണ്ട എന്നാണ്. അതുതന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. അയാൾ വീഡിയോ ചെയ്തോട്ടെ, നമ്മൾ പറഞ്ഞതിൻ്റെ കുറേ ഗുണം കാണുന്നുണ്ട്. ഇപ്പോൾ അയാളുടെ വീഡിയോയ്ക്ക് പഴയതുപോലെയുള്ള വ്യൂസൊന്നുമില്ല. കണ്ടിരുന്നതിലധികവും മുസ്ലിമീങ്ങളായിരുന്നല്ലോ. ഇപ്പോൾ പലരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇനിയും ചില ആളുകളൊക്കെ പോകുന്നുണ്ട്. ആ പോകുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്തത് കാണാനേ പോകരുത്. അയാൾക്ക് ഇങ്ങനെ വീഡിയോ ഇട്ട് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുക എന്നതേ ലക്ഷ്യമുള്ളൂ. അയാൾക്ക് എങ്ങനെയെങ്കിലും മേലനങ്ങാതെ ജീവിച്ചു പോകണം. അതിനുവേണ്ടി ചെയ്യുന്ന പണിയാണ് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.